ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ മദ്യശാലകൾ മാറ്റാനുള്ള സുപ്രീം കോടതി വിധി നടപ്പായതോടെ സംസ്ഥാനത്ത് സർക്കാരിന്റേതുൾപ്പെടെ 1956 മദ്യശാലകൾക്കാണ് താഴ്വീണത്. ബഹുഭൂരിപക്ഷം ചില്ലറ മദ്യവിൽപ്പനശാലകൾക്കും ബിയർ വൈൻ പാർലറുകൾക്കും പൂട്ടുവീണത് സർക്കാരിന്റെ വരുമാനത്തിൽ 50% കുറവുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം സുപ്രീം കോടതി വിധി നടപ്പാക്കുന്നതിന്റെ ഭാഗമായി സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവായി പ്രഖ്യാപിച്ച എക്സൈസ് പരിശോധന ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. മദ്യം ലഭിക്കാത്തതിനെ തുടർന്ന് പല ഔട്ട്ലെറ്റുകളിലും നേരിയ സംഘർഷവും ഉണ്ടായി. സുപ്രീം കോടതി വിധി നടപ്പായി. സംസ്ഥാനത്ത് ദേശീയ സംസ്ഥാന പാതയോരങ്ങളിലെ 1956 മദ്യശാലകൾ അടച്ചുപൂട്ടി. ബഹുഭൂരിപക്ഷം ബിയർ വൈൻ പാർലറുകൾക്കും ചില്ലറ വിൽപ്പനശാലകൾക്കും പൂട്ടുവീണതോടെ മദ്യവ്യവസായവും തകർച്ചയിലായിരിക്കുകയാണ്. ആകെയുള്ള 818 ബിയർ പാർലറുകളിൽ 586 എണ്ണത്തിനും താഴ്വീണു. 11 5 സ്റ്റാർ ഹോട്ടലുകളിലെ ബാറുകളും സുപ്രീം കോടതി വിധിയിലൂടെ പ്രവർത്തനരഹിതമായി. എക്സൈസ് അധികൃതരുടെ കണക്ക് പ്രകാരം എറണാകുളത്താണ് ഏറ്റവും കൂടുതൽ മദ്യശാലകൾ അടച്ചുപൂട്ടിയത്, 295 എണ്ണം. തിരുവനന്തപുരം ജില്ലയിൽ 84, കണ്ണൂരിൽ 105, പാലക്കാട് 204, വയനാട്ടിൽ 25, തൃശൂരിൽ 251 മദ്യവിൽപ്പനശാലകൾ പൂട്ടിക്കഴിഞ്ഞു. മദ്യശാലകൾ എത്രയൊക്കെ പൂട്ടിയാലും ആവശ്യക്കാർ അത് തേടി ഉപയോഗപ്പെടുത്തുമെന്നതും വസ്തുതയാണ്. ഈ രാവിലെയൊക്കെ സാറ് നിത്യമായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അത് കിട്ടിയില്ലെങ്കിൽ അവർക്ക് അതൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സാധനം എവിടെ ഉണ്ടോ അത് അന്വേഷിച്ചിട്ട് ഇവരങ്ങ് പരച്ചും പാച്ചിലാണ്. കുറേ പേര് എങ്ങനെയാലും എന്തെങ്കിലും കിട്ടുന്നതൊക്കെ കുടിച്ച് നശിക്കും, കുറേ പേര് ഇതിൽ നിന്ന് മാറും. പലരും മദ്യശാലകളുടെ ഔട്ട്ലെറ്റുകൾ എവിടെയാണ് തുറന്നു പ്രവർത്തിക്കുന്നതെന്ന് ചോദിച്ച് നെട്ടോട്ടത്തിലായി. മറ്റു ചിലരാകട്ടെ പ്രതീക്ഷയോടെ മദ്യം വാങ്ങാമെന്ന് കരുതി വിൽപ്പനശാലകളിലെത്തിയെങ്കിലും ഔട്ട്ലെറ്റുകൾ അടഞ്ഞുകിടന്നത് അത്തരക്കാരെ നിരാശരാക്കി. തുറന്നു പ്രവർത്തിച്ച മദ്യവിൽപ്പനശാലകളിൽ വലിയ തിരക്കായിരുന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാനായി പോലീസിനും രംഗത്തെത്തേണ്ടി വന്നു. അതേസമയം ഈ മാസം 20 വരെയുള്ള കാലയളവ് സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് ഡ്രൈവായി പ്രഖ്യാപിച്ച എക്സൈസ് പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. വ്യാജ മദ്യവിൽപ്പന തടയാൻ പോലീസും ഫലപ്രദമായ നടപടികളുമായി രംഗത്തുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെ കള്ളുഷാപ്പുകൾ അടക്കം 168 മദ്യവിൽപ്പനശാലകൾ പൂട്ടിയതോടെ നിലവിൽ പ്രവർത്തിക്കുന്ന ബെവറേജസ് ഔട്ട്ലെറ്റുകൾ പോലീസ് നിയന്ത്രണത്തിലായി. ക്രമാതീതമായ തിരക്കാണ് ഇവിടങ്ങളിൽ അനുഭവപ്പെടുന്നത്. കഞ്ഞിക്കുഴി മുഹമ്മ പഞ്ചായത്തിന്റെ അതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഏക ബിവറേജസ് കോർപ്പറേഷന് മുന്നിലാണ് രാവിലെ മുതൽ തന്നെ കിലോമീറ്റർ നീണ്ട ക്യൂ കാണപ്പെട്ടത്. ജില്ലയിലെ 168 മദ്യഷാപ്പുകൾ കോടതി ഉത്തരവിനെ തുടർന്ന് അടച്ചുപൂട്ടിയതോടെയാണ് അവശേഷിക്കുന്ന ബിവറേജസിന് മുന്നിൽ അസാധാരണമായ നീണ്ട നിര പ്രത്യക്ഷപ്പെട്ടത്. വാങ്ങിക്കാതിരിക്കത്തില്ല, കാരണം ഇപ്പോൾ ജനങ്ങൾക്ക് ഈ സാധനം കൂടിയത് തീരും. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കാശുള്ളവർ ഇപ്പോഴും വീട്ടിൽ വെച്ച് തീർച്ചയായിട്ടും അടിക്കുന്നു. ഞങ്ങളപ്പുറം ആരക്കാരാണെങ്കിൽ എത്ര കിലോമീറ്റർ വരണം, ഒരു ദിവസത്തെ പണി എടുത്ത് കൊടുക്കണം. ഷാപ്പ് അടച്ച് ഇപ്പോൾ ഓരോരുത്തർ കുഴഞ്ഞു വീണ് ഇരിക്കുന്നു. ഇവിടെ കുഴഞ്ഞു വീണ ഒരാളിപ്പോൾ ഞങ്ങൾ കണ്ട കുഴഞ്ഞു വീണ് കിടക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ തുടങ്ങിയത് എന്ത് ചെയ്യും? ഇപ്പോൾ കഞ്ചാവും മയക്കുമരുന്നിൻ്റെ ഒരു ഏരിയ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് മണിക്കൂറുകളോളം ക്യൂവിൽ നിന്ന പലരും ഇടയ്ക്ക് കുഴഞ്ഞു വീണു. മാത്രമല്ല, റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടതോടെ ഇതുവഴി വന്ന ആംബുലൻസുകൾക്ക് പോലും തിരക്ക് തടസ്സമായി വന്നു. ചേർത്തല, തണ്ണീർമുക്കം, ആലപ്പുഴ, കുട്ടനാട് പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകളാണ് തുറന്നു പ്രവർത്തിക്കുന്ന മദ്യശാലകൾ തേടി രാവിലെ മുതൽ തന്നെ കഞ്ഞിക്കുഴിയിലെത്തിയത്. ഗ്രാമാന്തരീക്ഷം നഷ്ടപ്പെട്ട് തിരക്കിലേക്ക് വീണതോടെ പ്രദേശവാസികളും തങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട കലിപ്പിലാണ്. നോട്ട് നിരോധനത്തിന് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ ക്യൂ ആണ് ഇപ്പോൾ സംസ്ഥാനത്തെ ബിവറേജസ് കോർപ്പറേഷന് മുന്നിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന ക്യൂവിൻ്റെ പുറകിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും ഈ ക്യൂവിൻ്റെ നീളം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ. മുൻമന്ത്രി എ കെ ശശീന്ദ്രന്റെ രാജിയിലേക്ക് നയിച്ച ഫോൺ കെണി സംഭവത്തിൽ വാർത്ത നൽകിയ സ്വകാര്യ ചാനലിന്റെ തിരുവനന്തപുരത്തെ ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. ചാനലിലെ ജീവനക്കാരിൽ നിന്ന് മൊഴിയെടുത്തു. വരും ദിവസങ്ങളിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടവരെ ചോദ്യം ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഡിവൈഎസ്പിമാരായ ബിജിമോൻ, രാധാകൃഷ്ണൻ, ഷാനവാസ് എന്നിവർ ചാനലിന്റെ ആസ്ഥാനത്തെത്തിയാണ് തെളിവെടുപ്പ് നടത്തിയത്. വാർത്തയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ച സാങ്കേതിക പ്രവർത്തകരിൽ നിന്നാണ് സംഘം തെളിവ് ശേഖരിച്ചത്. അതേസമയം പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 9 പേർക്ക് ചോദ്യം ചെയ്യലിനായി നോട്ടീസ് അയച്ചുവെങ്കിലും ഇവർ ഇന്ന് ഹാജരായില്ല. തിങ്കളാഴ്ച ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി എത്താൻ ഇവർക്ക് വീണ്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസിന് ലഭിച്ച 3 പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നത്. ഗൂഢാലോചന, വഞ്ചന, IT ആക്ടിന്റെ ലംഘനം, ബ്രോഡ്കാസ്റ്റ് നിയമം ലംഘിച്ചു തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. 6 വർഷം തടവും പിഴയും ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് പ്രതികൾ നടത്തിയിരിക്കുന്നത്. അതേസമയം ഫോൺ കെണി വിഷയത്തിൽ നിഷ്പക്ഷ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് DGP ലോക്നാഥ് ബെഹ്റ വ്യക്തമാക്കി. നിഷ്പക്ഷമായിട്ട് ഡെഫിനറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യൂ, അതിലൊരു സംശയമൊന്നുമില്ല. ന്യൂസ് ബ്യൂറോ,
തിരുവനന്തപുരം. മാധ്യമം എന്നത് വ്യവസായം മാത്രമല്ല, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംരംഭം കൂടിയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ഇതെല്ലാം വിസ്മരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ തലപൊക്കിയിരിക്കുന്നു. ഇതിൽ വനിതകൾ ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ വിയോജിപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചത് നല്ല സൂചനയാണെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. മിക്ക മാധ്യമങ്ങളെയും കോർപ്പറേറ്റുകൾ വിഴുങ്ങുകയാണ്. സാധാരണക്കാരുടെ ശബ്ദമാകാൻ അവർക്ക് സാധിക്കുന്നില്ല. അത് തിരുത്തപ്പെടണം. അഴിമതിക്കാരെയും ദുർനടപ്പുകാരെയും തുറന്നുകാട്ടാനുള്ള മാധ്യമപ്രവർത്തനത്തെ ആരും എതിർക്കില്ല. എന്നാൽ ജനങ്ങൾ എല്ലാം കാണുന്നും വിലയിരുത്തുന്നുമുണ്ട് എന്നത് മാധ്യമപ്രവർത്തകർ മനസ്സിലാക്കണമെന്നും സ്വയം തിരുത്തി മുന്നേറണമെന്നും കോടിയേരി ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കി. ബീഫ് രാഷ്ട്രീയം വിളമ്പി മലപ്പുറത്ത് BJP. ജയിച്ചാൽ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കുമെന്ന് NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ്. വിവിധ സംസ്ഥാനങ്ങളിൽ അറവുശാലകൾ നിരോധിച്ചത് കോൺഗ്രസ് സർക്കാരുകളാണ് എന്നും ശ്രീപ്രകാശ് പറഞ്ഞു. മലപ്പുറത്തെ 70% വരുന്ന മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ബീഫ് രാഷ്ട്രീയം NDA ചർച്ചയാക്കുന്നത്. നല്ല ഭക്ഷണം എല്ലാവർക്കും ലഭ്യമാക്കുകയാണ് NDA ലക്ഷ്യമെന്ന് പറഞ്ഞാണ് മലപ്പുറത്തെ സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ബീഫ് വിഷയത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയത്. മലപ്പുറത്തെ അറവുശാലകളിൽ നല്ല ബീഫ് ലഭ്യമാക്കും. രാജ്യത്ത് അറവുശാലകൾ നിയമം മൂലം നിരോധിച്ചത് BJP മാത്രമല്ല, കോൺഗ്രസ് സർക്കാരുകൾ കൂടിയാണെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. കോൺഗ്രസ് പാർട്ടിയും BJPയും അധികാരത്തിലെ സ്ഥലത്ത് അത് നിർത്തലാക്കിയിട്ടുണ്ട്, നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്, അതൊന്നും സംശയമില്ല. പക്ഷേ ബീഫ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ മറ്റ് അറവുശാലകൾക്കോ യാതൊരു നിരോധനവുമില്ല. ബീഫ് സുഗമമായി കഴിക്കാൻ പറ്റും. ബീഫ് വില കുറഞ്ഞ രീതിയിൽ കൊടുക്കാനുള്ള അവസരം എന്താണ് എന്ന് പരിശോധിക്കും. മുത്തലാഖ് നിരോധിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കങ്ങളെ പിന്തുണയ്ക്കുമെന്നും ശ്രീപ്രകാശ് മലപ്പുറം പ്രസ് ക്ലബ്ബ് സംഘടിപ്പിച്ച മുഖാമുഖത്തിൽ വ്യക്തമാക്കി. മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ മാത്രം വിവേചനത്തിനിരയാകുന്നത് ശരിയല്ലെന്നും ശ്രീപ്രകാശ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. മലപ്പുറം ഉപതെരഞ്ഞെടുപ്പിന് 10 ദിവസം ശേഷിക്കെ സ്ഥാനാർത്ഥികൾ ആവേശകരമായ അവസാന റൗണ്ട് പര്യടനത്തിലേക്ക്. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. PK കുഞ്ഞാലിക്കുട്ടി പെരിന്തൽമണ്ണയിൽ വോട്ട് തേടുമ്പോൾ NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് കൊണ്ടോട്ടിയിൽ പര്യടനത്തിലാണ്. അണികളെ ആവേശത്തിലാക്കിയാണ് സ്ഥാനാർത്ഥികളുടെ മണ്ഡല പര്യടനം പുരോഗമിക്കുന്നത്. വീറും വാശിയും നിറഞ്ഞ അവസാനവട്ട പ്രചാരണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് മുന്നണികൾ. വീട് കയറി വോട്ട് തേടുന്നതടക്കമുള്ള ബൂത്തുതല പ്രവർത്തനങ്ങൾ ഇനിയുള്ള നാടുകളിൽ സജീവമാകും. മന്ത്രിമാരായ G. സുധാകരൻ, KT ജലീൽ എന്നിവർക്കൊപ്പം ഉടവൂർ വിജയനും LDF-നായി ഇന്ന് മണ്ഡലത്തിലുണ്ട്. MB ഫൈസലിന്റെ വാഹന പര്യടനം നാളെ ആരംഭിക്കും. ഫാഷിസത്തെയും വർഗീയതയെയും ചെറുത്തു തോൽപ്പിക്കാൻ, മതന്യൂനപക്ഷങ്ങൾ പിടഞ്ഞു വീണു മരിക്കുന്ന നാടായി ഇന്ത്യ മാറാതിരിക്കാൻ, പാവപ്പെട്ട വിശ്വാസികളായ പട്ടികജാതിക്കാരും ദളിതരും മറ്റു പിന്നോക്കക്കാരുമെല്ലാം ഈ മണ്ണിൽ പിടഞ്ഞു വീഴാതിരിക്കാൻ, സാംസ്കാരിക പ്രവർത്തകരുടെ ശിരസിലേക്ക് വെടിയുതിർക്കപ്പെടാതിരിക്കാൻ അതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. UDF സ്ഥാനാർത്ഥി PK കുഞ്ഞാലിക്കുട്ടിയുടെ ആദ്യ റൗണ്ട് പര്യടനം ഇന്ന് അവസാനിക്കും. KPCC പ്രസിഡന്റ് MM ഹസൻ, വർഗീസ് ജോർജ് എന്നിവരാണ് UDF-നായി വോട്ട് തേടുന്ന പ്രമുഖർ. പെരിന്തൽമണ്ണയിലാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പര്യടനം. തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നാളത്തെ രാഷ്ട്രീയവും അതാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UPA ഈ രാജ്യത്ത് തിരിച്ചു വരണം. അത് നല്ല പണിയുള്ള ഒരു കാര്യമാണ്. കടല് നീന്തിക്കടക്കാനും തങ്ങളുടെ വാക്കുകൾ ഉതകും എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിലാണ്. NDA സ്ഥാനാർത്ഥി ശ്രീപ്രകാശ് ഇന്ന് കൊണ്ടോട്ടിയിലാണ് വോട്ടർമാരെ കാണുന്നത്. H. രാജ, CK പത്മനാഭൻ എന്നീ നേതാക്കളും മണ്ഡലത്തിലുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കയ്യേറ്റവും കുടിയേറ്റവും രണ്ടും രണ്ടാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. മൂന്നാറിൽ കുടിയേറ്റക്കാർ പേടിക്കേണ്ടതില്ലെന്നും എന്നാൽ കയ്യേറ്റക്കാർ വിഷമിക്കേണ്ടി വരുമെന്നും കാനം പറഞ്ഞു. കുടിയേറ്റക്കാരും കയ്യേറ്റക്കാരും രണ്ടാണ്. കുടിയേറ്റക്കാർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. എന്നാൽ അതേസമയം അത് നിയമവിരുദ്ധമായി കൈവശം വെച്ച് അനധികൃതമായ കൺസ്ട്രക്ഷൻ എല്ലാം നടക്കുന്നവർക്ക് സ്വല്പം കുഴപ്പമുണ്ടാകും. അത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മൂന്നാർ വിഷയത്തിൽ BJP സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗുമായി ആലുവയിൽ കൂടിക്കാഴ്ച നടത്തി. കയ്യേറ്റം സംബന്ധിച്ച വിഷയത്തിൽ അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് കുമ്മനം മന്ത്രിക്ക് മെമ്മോറാണ്ടം സമർപ്പിച്ചു. വിഷയം പഠിച്ച ശേഷം ആവശ്യമെങ്കിൽ വേണ്ടത് ചെയ്യാമെന്ന് രാജ്നാഥ് സിംഗ് പ്രതികരിച്ചു. will be needed, that will be done by us.
ചീഫ് സെക്രട്ടറിയായി നളിനി നെറ്റോ ചുമതലയേറ്റു. രാവിലെ 11 മണിയോടെ സെക്രട്ടേറിയറ്റിലെത്തിയാണ് ചുമതല ഏറ്റെടുത്തത്. SM വിജയാനന്ദ് വിരമിച്ച ഒഴിവിലാണ് നളിനി നെറ്റോയെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചത്. കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് നടപ്പാക്കുന്ന കാര്യത്തിൽ സർക്കാരിന്റെ നിലപാട് തന്നെയാണ് തനിക്കുമുള്ളത് എന്ന് അവർ പറഞ്ഞു. ജീവനക്കാരുടെ ആശങ്ക ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നും നളിനി നെറ്റോ വ്യക്തമാക്കി. എൻ്റെ പ്രവർത്തന ശൈലി നേരത്തെ ഉള്ളതുപോലെ തന്നെയായിരിക്കും. 100% സിൻസിയറിറ്റി, 100% ഹാർഡ് വർക്ക്. ഒരു കുടുംബം പോലെ സന്തോഷമായിട്ട് എൻ്റെ കാലയളവ് നടക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി ഇവിടെ നൽകാൻ പറ്റിയാൽ ദാറ്റ് വിൽ ബി മൈ ബെസ്റ്റ് കോൺട്രിബ്യൂഷൻ. ഒരു തരത്തിലും ആരെയും തമ്മിലടിപ്പിക്കാൻ ഒരാഗ്രഹവുമില്ല. IAS IPS തർക്കം പരിഹരിക്കാൻ ഒരു കുടുംബാംഗം എന്ന നിലയിൽ പ്രവർത്തിക്കും. ആരെയും തമ്മിലടിപ്പിക്കാൻ ആഗ്രഹമില്ല. ആരും 100% ശരിയാണെന്ന വിശ്വാസവും തനിക്കില്ല. എല്ലാവർക്കും തെറ്റുകൾ പറ്റുക സ്വാഭാവികമാണ്. അത് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയണം. 1981 IAS ബാച്ചുകാരിയായ നളിനി നെറ്റോ കേരളത്തിന്റെ 4ാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയാണ്. സംസ്ഥാനത്തെ ആദ്യ വനിതാ ചീഫ് ഇലക്ടറൽ ഓഫീസറായിരുന്നു നളിനി നെറ്റോ. ആഭ്യന്തര അഡീഷണൽ സെക്രട്ടറി പദവിയിൽ നിന്നാണ് നളിനി നെറ്റോ ചീഫ് സെക്രട്ടറി പദവിയിലേക്ക് എത്തിയത്. ടൂറിസം ഡയറക്ടർ, നികുതി സെക്രട്ടറി, സഹകരണ രജിസ്ട്രാർ, ഗതാഗത സെക്രട്ടറി എന്നീ പദവികളും അവർ വഹിച്ചിരുന്നു. നളിനി നെറ്റോയുടെ അർദ്ധ സഹോദരി ഗിരിജ വൈദ്യനാഥൻ തമിഴ്നാട് ചീഫ് സെക്രട്ടറിയാണ്. രണ്ടുപേരും 1981 ബാച്ച് IASകാരാണ്. റിട്ടയർഡ് IPS ഉദ്യോഗസ്ഥൻ ഡെസ്മണ്ട് നെറ്റോ ആണ് നളിനി നെറ്റോയുടെ ഭർത്താവ്. നളിനി നെറ്റോ ഈ വർഷം ഓഗസ്റ്റ് വരെ ചീഫ് സെക്രട്ടറി പദവിയിൽ തുടരും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വോട്ടിംഗ് മെഷീനിൽ ക്രമക്കേട് കണ്ടെത്തിയതിനാൽ മധ്യപ്രദേശിലെ വോട്ടിംഗ് മെഷീനുകളിൽ പുനഃപരിശോധന നടത്തണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ പരിശോധന നടത്താൻ മുതിർന്ന ഉദ്യോഗസ്ഥരെ അയക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തുക. വോട്ടിംഗ് മെഷീനിൽ അപാകത കണ്ടതിനെ തുടർന്ന് കളക്ടറെയും പോലീസ് മേധാവിയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറ്റിയിരുന്നു. 19 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. കുട്ടനാട്ടിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. സർക്കാർ സംവിധാനം ഉപയോഗിച്ച് കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ആവശ്യത്തിന് കുടിവെള്ളം ലഭിക്കാതെ വലയുകയാണ് കുട്ടനാട്ടുകാർ. വരൾച്ച രൂക്ഷമായതോടെ വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന കുട്ടനാട്ടിലെ ജനങ്ങളും കുടിവെള്ളത്തിനായി പായുകയാണ്. കുട്ടനാട്ടിലെ 13 പഞ്ചായത്തുകളിൽ നെടുമുടി ഒഴികെ എല്ലാ പഞ്ചായത്തുകളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. കായലുകളിൽ ഉപ്പുവെള്ളം കൂടി കയറിയതോടെ ജനങ്ങൾ ഏറെ ദുരിതത്തിലാണ്. കൃഷിക്ക് ആവശ്യത്തിനുള്ള ശുദ്ധജലം പോലും ഇല്ലാത്തതിനെ തുടർന്ന് കാർഷിക മേഖലയിൽ മാത്രം 60 കോടിയിലധികം രൂപയുടെ നാശനഷ്ടമാണ് കൃഷി വകുപ്പ് വിലയിരുത്തിയിരിക്കുന്നത്. ഇതിൽ 50 കോടിയിലധികം രൂപയുടെ നഷ്ടം സംഭവിച്ചിരിക്കുന്നതും നെൽകർഷകർക്കാണ്. ആവശ്യത്തിന് ശുദ്ധജലം ലഭ്യമാകാതായതോടെ സ്വന്തം കൃഷി പോലും ഉപേക്ഷിക്കേണ്ടി വന്ന കർഷകർക്ക് ഇപ്പോൾ കുടിവെള്ളം പോലും ലഭിക്കുന്നില്ലെന്നുള്ളതാണ് പരാതി. വേനൽക്കാലം വരുമ്പോൾ ഉപ്പുവെള്ളം കൂടെ കയറി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും പറയണ്ട. ഒന്നിനുമില്ല, കുളിക്കാനും കുടിക്കാനും എല്ലാം ഇതാണ് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഉപ്പിടായപ്പോൾ ഒട്ടുമില്ല. ഒന്നുകിലും ആരെങ്കിലും ഹൗസ് കണക്ഷൻ ഉണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം, ഒരു 2-3 കുടം വെള്ളം എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളങ്ങ് പാലത്തിൻ്റെ അവിടെ പോകണം വെള്ളം എടുക്കാനായിട്ട്. കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് പ്രതിദിനം 2 ലക്ഷം ലിറ്റർ കുടിവെള്ളമാണ് സർക്കാർ കുട്ടനാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ദുരുപയോഗം തടയുന്നതിന് 3000 ലിറ്ററിൻ്റെ 186 ടാങ്കുകൾ സ്ഥാപിച്ചാണ് കുടിവെള്ളം സർക്കാർ ചെലവിൽ ഇപ്പോൾ വിതരണം ചെയ്തു വരുന്നത്. കുട്ടനാടിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണെങ്കിലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു പരിധിവരെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് ജനങ്ങൾ പറയുന്നത്. കുട്ടനാട്ടിലെ കായലുകളും ഇടത്തോടുകളും മാത്രം ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ജനങ്ങളാണ് വരൾച്ച മൂലം ഇപ്പോൾ ഏറെ ദുരിതമനുഭവിക്കുന്നത്. കുട്ടനാടിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങളിൽ വള്ളത്തിൻ്റെ സഹായത്തോടു മാത്രമാണ് ഇപ്പോൾ കുടിവെള്ളം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പുഴയും കടലും ചേർന്ന ആലപ്പുഴ ജില്ലയിൽ കുടിവെള്ളക്ഷാമം ഇത്രയധികം രൂക്ഷമാകുന്നത് വർഷങ്ങൾക്ക് ശേഷം ഇതാദ്യമായാണ്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ 7ാമത് നാഷണൽ കോൺഫറൻസ് ഓഗസ്റ്റ് 24, 25, 26 തീയതികളിൽ നടക്കും. ജോസ് കണിയാലിന്റെ നേതൃത്വത്തിൽ ഷിക്കാഗോയിലെ ഹോളിഡേ ഇൻ ഹോട്ടലാണ് പരിപാടി. കേരളത്തിൽ നിന്നുള്ള മാധ്യമ, രാഷ്ട്രീയ പ്രമുഖരും സാഹിത്യ പ്രവർത്തകരും അതിഥികളാകുന്ന കോൺഫറൻസിൽ പ്രസ് ക്ലബിന്റെ 7 ചാപ്റ്ററുകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കും.